തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹാന ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിലുള്ള പ്രതികളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പോലീസ്. നൌഫലിനെയും ഉമ്മയെയും ഒളിവിൽ പോകാൻ സഹായിച്ച ബന്ധുക്കളെ തിരിച്ചറിഞ്ഞു. ഇവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോണുകൾ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പ്രതികളെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ലഭിച്ചതായും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി. നൌഫലിന്റെ സഹോദരന്റെ ഭാര്യയുടെ കുടുംബമടക്കം പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചവരുടെ മൊഴി തിരുവല്ലം പോലീസ് രേഖപ്പെടുത്തി. ഒളിവിൽ പോകും മുമ്പ് ബന്ധുവീട്ടിൽ ഉപേക്ഷിച്ച മൊബൈൽ ഫോണുകൾ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. നൌഫലും മാതാവും രക്ഷപ്പെട്ട വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതികൾക്കെതിരെ കഴിഞ്ഞ ദിവസം ഗാർഹിക പീഡന വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. 3 വർഷം മുൻപായിരുന്നു ഷഹാനയുടെയും നൌഫലിന്റെയും വിവാഹം. ഭർത്തൃവീട്ടിൽ നിരന്തര പീഡനമാണ് ഏൽക്കേണ്ടി വന്നതെന്നാണ് യുവതിയുടെ ബന്ധുക്കൾ പോലീസിന് നൽകിയ മൊഴി. ഷഹാനയെ ഭർത്തൃമാതാവ് ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നതായും അതിന് തെളിവായി മുഖത്ത് പരിക്കുകൾ പറ്റിയതിന്റെ ചിത്രങ്ങളും കുടുംബം പോലീസിന് കൈമാറി. ഡിസംബർ 26 വൈകുന്നേരമാണ് ഷഹാനയെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്തൃവീട്ടിലെ പ്രശ്നങ്ങളെ തുടർന്ന് 3 മാസമായി ഷഹാന സ്വന്തം വീട്ടിൽ കഴിയുകയായിരുന്നു. സഹോദരപുത്രന്റെ ജന്മദിനാഘോഷത്തിന് കൂട്ടിക്കൊണ്ടുപോകാനായി ഭർത്താവ് ഷഹാനയുടെ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ തിരിച്ചുപോയത് കുഞ്ഞിനെ മാത്രം എടുത്താണ്. ഇതോടെ മുറിക്കുള്ളിൽ കയറി വാതിലടച്ച ഷഹാനയെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.